ഏതാനും കമ്പനികൾ BJPക്ക് 700 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകി. അപ്പൊ എന്ന് സംഭാവന നൽകി എന്നൊക്കെ ഇതിനകത്ത് ഉണ്ട്. എന്നാണ് അവർ ക്യാഷ് മാറിയത്? ഈ ഏതാനും കമ്പനികൾ 700 കോടി രൂപ BJPക്ക് കൊടുത്ത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷകർ ഈ കമ്പനികളെ റെയ്ഡ് ചെയ്യുന്നു. ഏത് കമ്പനികളെ? BJPക്ക് 700 കോടി രൂപ കൈമടക്ക് കോഴ കൊടുത്ത കമ്പനി, സംഭാവന എന്നുള്ള പേരിൽ കൊടുത്ത കമ്പനികളെ റെയ്ഡ് ചെയ്യുന്നു. ആ റെയ്ഡ് നടന്നു കഴിഞ്ഞപ്പോൾ റെയ്ഡിലെ ധാരണ അനുസരിച്ച് മാത്രമല്ലേ പിന്നെ എന്ത് നടക്കുകയുള്ളൂ? ഇതേ കമ്പനികൾ നേരത്തെ 700 കോടി കൊടുത്ത കമ്പനികൾ കൂടുതൽ വലിയ തുക BJPക്ക് കൊടുക്കുന്നു. എത്രയാണ് കൊടുത്തത്? 4000 കോടി രൂപ ഈ കമ്പനികൾ ചെന്ന് കൊടുക്കുക. ഈ 4000 കോടി മോഡി EDയെ വിട്ട് ഈ കമ്പനികളെ പേടിപ്പിച്ച് കൈക്കലാക്കിയ കോഴയാണ്. അപ്പോൾ EDയുടെ ഫുൾ ഫോം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നല്ല, എക്സ്റ്റോർഷൻ ഡയറക്ടറേറ്റ് എന്നാണ്. എക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറയണ്ടേ നിങ്ങൾ? പിടിച്ചുപറി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ചട്ടങ്ങൾ ഒക്കെ ലംഘിക്കുന്നുണ്ടെങ്കിൽ അന്വേഷണം നടത്തി ഈ നിലവിലുള്ള നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യാനുള്ള ഡയറക്ടറേറ്റാണ്. അത് ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യുന്ന ഡയറക്ടറേറ്റാണ്. പക്ഷെ ഇപ്പോൾ EDക്ക് പല ഫുൾ ഫോമുകൾ വരികയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ളതിന് പകരം ഏജൻസി ഓൺ ഇലക്ഷൻ ഡ്യൂട്ടി, മോഡിയുടെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെ BJPക്ക് വേണ്ടി സമ്പന്ന കമ്പനികളെ ഭീഷണിപ്പെടുത്തി എക്സ്റ്റോർഷൻ, പിടിച്ചുപറി നടത്തുന്ന സ്ഥാപനമാണ്. ഇങ്ങനെ BJP ചെയ്തു എന്നത് എല്ലാവരുടെയും മുമ്പിലുണ്ട്. ഈ കമ്പനികൾ കൊടുത്ത പണം, അവർ 700 കോടി കൊടുത്ത തീയതി, അതിനാഴ്ചകൾക്ക് ശേഷമാണ് അവർ 4000 കോടി കൊടുക്കുന്നത്. ഇതിനിടയിൽ ഒന്നുകൂടി സംഭവിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടോന്ന് അറിയാനാണ്. ഇതിനിടയിൽ ED ഈ കമ്പനികളെ പോയി വരട്ടുന്നു. സത്യം പറഞ്ഞാൽ ഈ നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയായി തുടരാൻ അർഹതയില്ല. ഒരു വികസിത ജനാധിപത്യ സമൂഹത്തിലാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നാൽ അവിടുത്തെ പത്രങ്ങൾ, അവിടുത്തെ ബഹുജനങ്ങൾ, അവിടുത്തെ പബ്ലിക് സ്പിയർ, പൊതുമണ്ഡലം ആവശ്യപ്പെടും. വാട്ടർ ഗേറ്റ് സംഭവത്തെ തുടർന്ന് നിക്സണ് രാജിവെക്കേണ്ടി വന്നില്ലേ? എന്തായിരുന്നു വാട്ടർ ഗേറ്റ്? എതിർ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സംബന്ധിച്ച കാര്യങ്ങൾ കൃത്രിമ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചോർത്തിയെടുത്തു. അതാണ് നരേന്ദ്രമോദി സ്ഥിരം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നരേന്ദ്രമോദി ഇതിനെല്ലാം, കുറ്റകൃത്യങ്ങളെ മുഴുവൻ ലീഗലൈസ് ചെയ്യുകയാണ്, സാമാന്യവൽക്കരിക്കുകയാണ്. ഏറ്റവും നഗ്നമായ തട്ടിപ്പും അഴിമതിയും നരേന്ദ്രമോദിയും BJPയും ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന പ്രവർത്തനം ഈ ഇലക്ട്രൽ ബോണ്ട് വഴി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് BJPയും നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. അതാണ് യാഥാർത്ഥ്യം. ഇത് ഞാനീ പറഞ്ഞത് മുഴുവൻ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ CPIMഉം ADRഉം ആവശ്യപ്പെട്ടതനുസരിച്ച് സുപ്രീം കോടതി വിധി പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ ഈ വസ്തുതകൾ നമ്മൾ ഈ അവതരിപ്പിക്കുന്ന ആശയത്തിനുള്ള തെളിവുകളാണ്. തെളിവുകളുള്ള കുറ്റകൃത്യം നരേന്ദ്രമോദിയും കൂട്ടരും ചെയ്തിട്ട് അവർ ഈ ജനാധിപത്യ പ്രക്രിയയിൽ അക്കൗണ്ടബിൾ ആവുന്നില്ല, കണക്കെടുപ്പിന് അവർ വിധേയരാവുന്നില്ല, അവർ ശിക്ഷിക്കപ്പെടാതെ പോവുകയാണ് എന്ന് വന്നാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ
ബാലാരിഷ്ടത എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ 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 പ്രധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും ഒടുവിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവം. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അതിവിശാലമായ പ്രതിപക്ഷ ഐക്യനിര അണിനിരക്കുകയുണ്ടായി ഇതിനെതിരായിട്ട്. ഒന്ന് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു IAS ഓഫീസറെയോ ഒരു IPS ഓഫീസറെയോ സ്ഥലം മാറ്റണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്മതം വേണം. അതിന്റെ കാരണം വിശദീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെട്ടാലേ മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പം മന്ത്രിസഭാ യോഗം കേരളത്തിൽ കൂടുമ്പോൾ ചില കളക്ടർമാരെ മാറ്റി സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നും ആരോഗ്യ വകുപ്പിലേക്ക് ഇന്ന IAS ഓഫീസറെ മാറ്റി എന്നൊക്കെ നമ്മൾ കേൾക്കില്ലേ? ഇനി തെരഞ്ഞെടുപ്പ് കഴിയുന്നവരതൊന്നും കേൾക്കില്ല. അഥവാ എവിടെങ്കിലും ഒരു മാറ്റമോ അപ്പോയിന്റ്മെന്റോ നടത്തിയേ തീരുമെന്നുണ്ടെങ്കിൽ പൊതുഭരണ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി കേരളത്തിന്റെ ഇലക്ഷൻ ചുമതല വഹിക്കുന്നവർക്ക് എഴുതും, ഞങ്ങൾക്ക് ഇങ്ങനൊരു മാറ്റം വരുത്തിയേ തീരൂ, ഇന്ന കാരണങ്ങളാൽ നിങ്ങൾ അനുവദിക്കണം. അതേ പാടുള്ളൂ. ഇവിടെ നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു മുഖ്യമന്ത്രിയെ അങ്ങ് അറസ്റ്റ് ചെയ്യാണ്. മോഡിക്കെതിരെ BJPക്കെതിരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കേണ്ട ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നേതാവുമാണ്. ഇനി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ അത്തരത്തിലുള്ള അഴിമതി അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയണം, കണ്ട് ഇതൊക്കെയാണ് ഫാക്ട്സ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞെങ്കിലും ഞങ്ങൾക്ക് നടപടിയെടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തി കണ്ടുപിടിച്ചിരിക്കുന്നു. അവർ കണ്ടുപിടിച്ചത് എന്താ? വല്ലതും ഉണ്ടോ? ഒന്നുമില്ല എന്ന് തെളിഞ്ഞു. ആകെയുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുമ്പിൽ ഒരു കുറ്റവാളി സ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റം ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് ശരത്ചന്ദ്ര റാവു എന്നാണ്, ആന്ധ്രക്കാരൻ ആണെന്ന് തോന്നുന്നു, ശരത്ചന്ദ്ര റാവു. ആ ശരത്ചന്ദ്ര റാവുവിനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശരത്ചന്ദ്ര റാവുവിനോട് പറഞ്ഞു, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശരത്ചന്ദ്ര റാവുവിനോട് എന്തു പറഞ്ഞു? നിങ്ങളെ കുറ്റവാളി സ്ഥാനത്ത് നിന്ന് മാറ്റി നിങ്ങളെ മാപ്പ് സാക്ഷിയാക്കാം ഞങ്ങൾ. ഭയങ്കര സന്തോഷമായി. കാര്യം PMLA ആക്ട് അനുസരിച്ചിട്ടാണ് ഇവരെല്ലാം പിടികൂടി ചോദ്യം ചെയ്യുന്നത്. അപ്പൊ ശരത്ചന്ദ്ര റാവു ചോദിച്ചു, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഒന്ന്, നിങ്ങൾ BJPക്ക് കുറച്ച് പൈസ കൊടുക്കണം ഇലക്ടറൽ ബോണ്ടിലൂടെ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ പറഞ്ഞതാണ്. എത്ര കൊടുക്കണം? ആ തുകയെല്ലാം പറഞ്ഞു. ഇപ്പൊ തെളിവുണ്ട് നമ്മുടെ മുമ്പിൽ. ഈ ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ശരത്ചന്ദ്ര റാവു ആദ്യം ഒരു 5 കോടി കൊടുത്തു, പിന്നെ ഒരു 25 കോടി കൊടുത്തു, പിന്നെയും തുക കൊടുത്തു. ആകെ 55 കോടി കൊടുത്തു എന്നാണ്. ഒന്നുകിൽ 30 കോടി കൊടുത്തു, അല്ലെ 55 കോടി കൊടുത്തു. ആ തുകയിൽ സംശയം വേണം. എന്തായാലും പൈസ കൊടുത്തു. പക്ഷെ പൈസ കൊടുത്താലും നിങ്ങളെ വിടില്ല, നിങ്ങൾക്ക് ജാമ്യം കിട്ടില്ല, മാപ്പ് സാക്ഷിയാക്കില്ല. പിന്നെന്ത് വേണം? ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് നിങ്ങൾ മൊഴി നൽകണം. മൊഴി കൊടുത്തു. അപ്പൊ കുറ്റവാളി സ്ഥാനത്ത് EDയുടെ ചോദ്യം ചെയ്യലിന് വിധേയനായ ശരത്ചന്ദ്ര റാവു BJPക്ക് 30 കോടിയോ 55 കോടിയോ കോഴ കൊടുക്കുകയും BJPക്ക് വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ട നിലയിൽ കേജ്രിവാൾ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടെന്നുള്ളൊരു പ്രസ്താവന കൊടുക്കുകയും ചെയ്തു. കേജ്രിവാളിനെ PMLA കേസിൽ, PMLA എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, ആ വകുപ്പിൽപ്പെടുത്താൻ ഒരു തെളിവുമില്ല. ഈ കുറ്റവാളി മാപ്പസാക്ഷിയായി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഡൽഹി ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് വിചാരണ നടന്നപ്പോൾ EDയിൽ അറസ്റ്റിലായിരുന്ന കേജ്രിവാൾ കോടതിയോട് ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രധാനമാണ്. എന്താണ് കേജ്രിവാൾ കോടതിയോട് ചോദിച്ച ചോദ്യം? എന്നെ ഈ കേസിൽപ്പെടുത്താൻ വേണ്ടി ഒരു മാപ്പുസാക്ഷി നടത്തിയ പ്രസ്താവനയാണ് നിങ്ങൾ ആധാരമാക്കുന്നത്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാപ്പുസാക്ഷിയായിട്ടൊരു പ്രസ്താവന തരാം. നരേന്ദ്രമോദി എൻ്റെ കയ്യിൽ നിന്നും 100 കോടി കള്ളപ്പണം വാങ്ങി വെള്ളപ്പണമാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ ഒരു പ്രസ്താവന നിങ്ങൾക്ക് തന്നാൽ
ശരത്ചന്ദ്ര റാവുവിന്റെ പ്രസ്താവനയെ ആസ്പദമാക്കി എന്നെ അറസ്റ്റ് ചെയ്ത് PMLA കേസിൽ പെടുത്തിയ പോലെ നിങ്ങൾ നരേന്ദ്രമോദി അറസ്റ്റ് ചെയ്ത് PMLA കേസിൽ പെടുത്തുമോ? EDയും കോടതിയും നിശബ്ദമായിരുന്നു. ഒന്നും അവർക്ക് മറുപടി പറയാനുണ്ടായില്ല. ഇതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിന് നേരെ, നിയമവാഴ്ചയ്ക്ക് നേരെ നഗ്നമായ കടന്നാക്രമണമാണ് നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ നടക്കുന്നത്. ഈ നരേന്ദ്രമോദി ഭരണത്തെ സർവശക്തിയും ഉപയോഗിച്ച് കേന്ദ്ര ഭരണ നേതൃത്വത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യാൻ ചുമതലപ്പെട്ട പാർട്ടികൾ, അതിനകത്ത് കോൺഗ്രസും ഒരു പാർട്ടിയാണ്. കോൺഗ്രസിനൊരു ഉത്തരവാദിത്വമുണ്ട്. ഇപ്പൊ രാജസ്ഥാൻ, മധ്യപ്രദേശ്, അവിടെല്ലാം BJPയുടെ അവർ തോറ്റുപോയെങ്കിലും അവിടുത്തെ പ്രതിപക്ഷം കോൺഗ്രസ്സാണ്. കോൺഗ്രസ് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെ പ്രശ്നം, കോൺഗ്രസിന്റെ ഏത് നേതാവാണ് നാളെ MP ആയാലും MLA ആയാലും മുഖ്യമന്ത്രി ആയാലും കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ BJPയുടെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസും കോൺഗ്രസിന്റെ കൂടെയുള്ളവരും പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീ NK പ്രേമചന്ദ്രൻ, അദ്ദേഹം ഏത് യോഗത്തിലും ഏതെങ്കിലും കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗമാണെങ്കിൽ BJP നേതാക്കന്മാർക്ക് പോലും അസാധ്യമായ വിശേഷണ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നത്. കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തന പരിപാടിക്ക് പങ്കെടുക്കാൻ വന്ന തെലങ്കാനയിലെ പുതിയ കോൺഗ്രസ് മുഖ്യമന്ത്രി, അദ്ദേഹം തെലങ്കാനയിൽ നരേന്ദ്രമോദിയുമായി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ എന്താ നരേന്ദ്രമോദിയെ കുറിച്ച് തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി പറഞ്ഞത് അറിയോ? ആരെങ്കിലും ഒന്ന് പറ. ഇതൊക്കെ അറിയണ്ടേ നമ്മൾ, ഇടതുപക്ഷ യുവന വിദ്യാർത്ഥി പ്രവർത്തകർ? എന്നെ കൊണ്ട് തന്നെ പറയിക്കാൻ വേണ്ടി, മേരാ ബഡാ ഭായ്, എൻ്റെ വല്യേട്ടൻ. മലയാളത്തിലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, വല്യേട്ടൻ. ആ സിനിമ ഓർത്താൽ മതി. തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി പറയുകയാണ്. അപ്പൊ ഇതാണ് പ്രേമേന്ദ്രന്റെ ആശ്വാസമാണ്. ഞാൻ പറയുന്നത് തന്നെയാണല്ലോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും പറയുന്നത്. അപ്പൊ ഇങ്ങനെ വർഗീയ ശക്തികളുമായി രഹസ്യബന്ധം പുലർത്താൻ മടിയില്ലാത്ത, വർഗീയ ശക്തികളുടെ പാളയത്തിലേക്ക് പരസ്യമായി പോകാൻ മടിയില്ല കരുണാകരന്റെ മകൾക്കും. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി AICC മെമ്പറാണ് പത്മജ. ശ്രീമാൻ AK ആന്റണിയുടെ മകൻ സ്ഥാനാർത്ഥിയാണ് പാർലമെന്റിലേക്ക്. അപ്പൊ ഇത്തരത്തിൽ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്, രാഷ്ട്രീയമായ ലക്ഷ്യബോധം കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ BJPയിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല കോൺഗ്രസ്. അദാനിക്ക് തിരുവനന്തപുരം എയർപോർട്ട് നരേന്ദ്രമോദി കൊടുത്തപ്പോ അതിന് സ്വാഗതം ചെയ്ത MP ആണ് തിരുവനന്തപുരത്ത് MP ശശി തരൂർ. ഈ വസ്തുതകളെല്ലാം ഗൃഹസന്ദർശന വേളയിൽ നിങ്ങൾക്ക് ഈ നാട്ടുകാരുമായി ചർച്ച ചെയ്യാൻ, ഫലപ്രദമായി അവരുമായി ആശയവിനിമയം നടത്താൻ നിങ്ങൾ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. അത്തരത്തിൽ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തെ ആകെ ഇളക്കിമറിക്കുന്ന പ്രവർത്തനം നിങ്ങളുടെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വം ഇവിടെ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള പ്രവർത്തന പദ്ധതി അവരെന്നോട് പറയുകയുണ്ടായി. അത് കൃത്യമായും സൂക്ഷ്മമായും നടപ്പാക്കാൻ നിങ്ങൾക്കും നിങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന എല്ലാവരും ഇവിടെ വന്നിട്ടില്ല. ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വമാണ് ഇവിടെ വന്നിട്ടുള്ളത്. കൊല്ലം ജില്ലയിലെ പുരോഗമന ഇടതുപക്ഷ ജനാധിപത്യ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ അംഗങ്ങൾ മുഴുവൻ, പ്രവർത്തകർ മുഴുവൻ എന്തുകൊണ്ട് മുകേഷിനെ ജയിപ്പിക്കണം, ഇന്ത്യയുടെ ഭാവി ഭദ്രമാക്കുവാൻ, നമ്മുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുവാൻ, അതിൻ്റെ വിശദാംശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വീടുകളിൽ പോയി സംസാരിക്കുക. നമ്മുടെ ആശയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാനും തർക്കിക്കാനും ആരെങ്കിലും പുറപ്പെടുമ്പോൾ അതെല്ലാം സഹിഷ്ണുതയോടുകൂടി കേട്ട് ശാന്തമായി അവർക്ക് മറുപടിയും വിശദീകരണങ്ങളും നൽകുക. അങ്ങനെ നല്ല മാന്യമായ, സംസ്കാര സമ്പന്നമായ, പക്വമായ ഗൃഹസന്ദർശന പ്രവർത്തനം ഇവിടെ നിർദ്ദേശിക്കുന്നത് പോലെ വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ, കലാസാംസ്കാരിക ജാഥ വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ, അഭിമാനകരമായ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ പുരോഗമന ശക്തികളുടെ ഒരു വലിയ സ്വാധീന മേഖലയായ ഈ കൊല്ലം പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷത്തിന്റെ പതാക ഉയർത്തിപ്പിടിക്കുന്ന ഒരു മണ്ഡലമായി മാറ്റിത്തീർക്കാൻ
നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കഴിയും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ സംഗമം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞ് അഭിവാദ്യങ്ങൾ നേരുന്നു.